എന്തിനാ എഴുതിയിരിക്കണത്? ആരും ഈമ്പി പോകും. എന്റെ ദൈവമേ, പെന്നി ഐസ്ക്രീം. അതിന്റെ കൂടെ രസം കൂടെ ഇട്ടാ കറക്റ്റ് ആയിരുന്നു. ഗൈസ് എന്തിനാ കഴിച്ചത്? വണ്ടിയിൽ നമ്മൾ പെട്ടെന്ന് പോയപ്പോഴേ ഞാൻ പറഞ്ഞു ചവിട്ട് 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 നോക്കിയപ്പോ ആരും. ഞാൻ സത്യമായിട്ട് ഞാൻ ഈമ്പി പോകുന്നല്ല വായിച്ചത്. ഇത് എന്നിട്ട് അതിന്റെ ഫോട്ടോ നോക്കിയാണ്. ഫോട്ടോ നോക്കിയാണ്. നീ എന്തിനാണ് വായിച്ചത്? ഞാൻ നേരത്തെ റീൽസിൽ വായിച്ചു. ഇതെന്തിനാ കഴിച്ചത്? എന്തായാലും അവരുടെ മാർക്കറ്റിംഗ് ടീമിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. കാരണം നിങ്ങൾ ഒരു ട്രെൻഡി പരസ്യം ചെയ്തിരിക്കുകയാണ്. എല്ലാരും ഡർട്ടി മൈൻഡഡ് ആണ് ഗൈസ്. അതവര് യൂസ് ചെയ്യുകയും ചെയ്തേട്ടാ. പെനി ഐസ് ക്യാൻഡി ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട്. നല്ല സാധനമാണ്, വിലക്കുറവാണ് ഭയങ്കര. ഇല്ലേ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഗൈസ്. വയറിളക്കവും ഛർദിലും വയറുവേദനയൊക്കെ ഒരുവിധം ഓക്കെ ആയി. ടച്ച്. ഇനി എനിക്ക് ഇളവാൻ വയ്യ ഗൈസ്. അപ്പോ എവിടെയെങ്കിലും ഒക്കെ തൊട്ടാ പോരെ. ഇവിടെ ഫുഡൊന്നും ഇല്ല. ഫുഡ് നീ വണ്ടി എടു. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇന്ന് ഷൂട്ടിന് പോയി ഗൈസ്. ഇന്ന് ഷൂട്ടിന് നിന്നപ്പോഴൊക്കെ ടെൻഷനായിരുന്നു. ഈശ്വരാ എങ്ങാനും പ്രഷർ വരുമെന്ന്. പക്ഷെ ദൈവം സഹായിച്ച് ഒന്നും വന്നില്ല ഗൈസ്. പക്ഷേ ഇന്ന് ഫുൾ ഡേ സംസാരിച്ചപ്പോൾ എന്റെ തൊണ്ട വീണ്ടും കിറുകിറായി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് സൗണ്ട് എടുക്കാതെ സംസാരിക്കാം. പക്ഷെ ഹായ് പറ, വ്ളോഗ് തുടങ്ങി. ഹായ് ഗൈസ്, നാളെയാണ് ഷാസലിയന്റെ ബർത്ത്ഡേ. അപ്പോൾ കഴിഞ്ഞ വർഷം വരെയുള്ള ഞങ്ങളുടെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം ഞാൻ അവനൊരു കാറായിരുന്നു വാങ്ങിക്കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ദൃഢമായ ഒരു തീരുമാനം എടുത്തു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർ എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഇല്ല. അങ്ങനെ നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന എമൗണ്ട് നമ്മളൊരു ചാരിറ്റിക്ക് കൊടുക്കുന്നതായിരിക്കുമെന്ന്. അപ്പോൾ എന്നാലും നാളെ അവൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം ഗൈസ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവന് വാങ്ങാനായിട്ട് ഞങ്ങൾ ലുലു മോളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ലുലു മോളിൽ ചെന്നിട്ട് അവിടെ മറ്റേ അംലീസും എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രീകുട്ടിക്കും അവളുടെ അണ്ണനും അണ്ണൻ്റെ കൂട്ടുകാരനും ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ഗിഫ്റ്റും കൂടെ നമുക്കിന്ന് വാങ്ങിക്കാം. പിള്ളേർക്ക് വാങ്ങിക്കണ്ടേ? അതെ. അപ്പോൾ നമുക്ക് നേരെ ലുലു മോളിലോട്ട് പോവാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഗിഫ്റ്റുകൾ പർച്ചേസ് ചെയ്യാം. എന്നിട്ട് നാളെ ഷാസിന് സർപ്രൈസ് കൊടുക്കാം ഗൈസ്. സർപ്രൈസ് ഒന്നും ആവൂല, അവൻ അറിയായിരിക്കും നമ്മളെല്ലാം അവിടെ കാണുമെന്ന്. എന്തായാലും എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം അവൻ ഇഷ്ടപ്പെടുന്ന ഭാഗത്തിന്, എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു സ്മോൾ ഐറ്റം. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ആയിരുന്നല്ലേ. കാറ് കോമഡി ആയിരുന്ന കേസ് എന്നാ. പക്ഷെ അത് നന്നായി നിർത്തിയത്. അവന്റെ പേരിൽ അവൻ പറയുന്ന എന്തെങ്കിലും ഒരു ചാരിറ്റി പരിപാടി നടന്നായിരിക്കും. അത് വരട്ടെ, അത് നാളെ അവനെ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷെ ഇന്ന് കുഞ്ഞ് ഗിഫ്റ്റ് പർച്ചേസിങ്ങിന് നമുക്ക് പോകാം. നമ്മൾ കുറേ നാളായി ഗൈസ് എടപ്പള്ളി ലുലുവിൽ വന്നിട്ട്. നമ്മൾ എപ്പോഴും ഇപ്പോൾ ഫോറത്തിലല്ലേ പോണത്. പക്ഷേ എനിക്ക് തോന്നുന്നു കോമിക് ബുക്ക് ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള അപ്പുറത്തെ വഴി കൂടെ, ഇത് 2 വീലർ പാർക്കിംഗ് കിട്ടുന്ന തരത്തിലുള്ള മറ്റേ ക്രോസ് വേർഡ്സ് ഇവിടെ മാത്രമേ ഉള്ളൂ എൻ്റെ അറിവിൽ. വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. മറ്റേ അവിടുത്തെ ക്രോസ് വേർഡ്സിലൊന്നും കോമിക്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനിമേ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ഒന്നുമില്ല. നമുക്കിവിടെ വാല്യൂ കൊടുക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. കട അടയ്ക്കുന്നതിന് മുന്നേ എത്തണം, ഇല്ലെങ്കിൽ നാളെ പണി കിട്ടും. ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം ലുലുവില് ഞാൻ വരികയാണ്. വർഷം നീ ആദ്യമായിട്ടല്ലേ പറഞ്ഞത്? അത് ജസ്റ്റ് കയറിയല്ലേ ഉള്ളു ഗൈസ്. വന്ന് കയറി ഇവിടെ നോക്കിയാണ് ചെടി മേള. ചെടി വാങ്ങണോ അല്ലേ? അടിപൊളി. നമുക്ക് ശാസ്ത്രമുള്ളത് നോക്കിയിട്ട് വന്നിട്ട് വാങ്ങിയാൽ മതിയല്ലോ. ഇത് വാങ്ങിച്ച് വീട്ടിൽ വെക്കാൻ പറ്റുമോ? അത് നല്ല രസമായിരിക്കും അല്ലേ? അപ്പൊ പിന്നെ വാങ്ങണ്ട. ജമന്തി പൂക്കൾ ഫെറുവരിയുടെ ചൊടി നിറയെ. ഹലോ, സുഖാണോ? നമ്മള് ജസ്റ്റ് ഇറങ്ങിയത്. ഇന്നുണ്ട്, കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. ശരി, പോയിട്ട് വരട്ടെ. അതാരാ അത്? ഓന്ത്. അപ്പോ നമുക്ക് കടയിലോട്ട് പോകാം. എന്താ പോയി ആരാ അത്? ആരാ? ഹലോ, ബൈ ബൈ, ടാറ്റ. നമുക്ക് ഇതുവഴി പോവാം. എന്താ പിള്ളേരെ? ടാറ്റ 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 ടാറ്റ. ബിർള അംബാനി അള്ളപ്പടച്ചു, ഞമ്മളെയും അള്ളപ്പടച്ചു. ഗൈസ്, അവൻ വാച്ച് ഭ്രാന്തനാണ്. പക്ഷേ അവൻ ഇഷ്ടമുള്ള ബ്രാൻഡുകളിലോട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആ കോസ്റ്റ്ലി ഗിഫ്റ്റ് കാറ്റഗറിയിലോട്ട് പോകും. ക്രോസ് വേർഡ്സ് ഇവിടെ കണ്ടായിരുന്നു. അയ്യോ, കാണാനില്ല. അതുകൊണ്ടാവും
എവിടെ? ക്രോസ് വേർഡ്സ് എവിടെ? അറ്റ് ഗ്രൗണ്ട് ഫ്ലോർ. പോയോ? ഇതൊരുമാതിരി ഗൈസ് പന്തം പേടിച്ച് പന്തളത്ത് വന്നപ്പോഴത്തേക്കും പന്തം കൊളുത്തി പടയെന്ന് പറഞ്ഞ കണക്ക് ഞങ്ങൾ അന്വേഷിച്ച് വന്ന ക്രോസ് വേർഡ്സ് പൂട്ടിക്കളഞ്ഞു ഗൈസ്. അവരുടെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് താഴെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോണ വഴിക്ക് വേണമെങ്കിൽ നമുക്ക് അതിനകത്തൊന്ന് കയറി നോക്കാം. ഹാംലീസ് ഇവിടെയാണ്, നോക്കിയിട്ട് പോകണം ഹാംലീസ്. എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് എവിടെ കയറും, ഞാൻ കൺഫ്യൂഷനായി. ഗൈസ് സീക്കോയിലൊന്ന് കയറി നോക്കാം, എന്തെങ്കിലും തടഞ്ഞാലാ. ഹലോ നമസ്കാരം ബ്രോ, ഒരു നല്ലൊരു വാച്ച് സജസ്റ്റ് ചെയ്യുമോ ബ്രോ? ഗൈസ് ഇവിടെ വന്നിട്ട് ഈ 3 വാച്ചും എനിക്ക് ഇഷ്ടപ്പെട്ട്. അതിനകത്ത് ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാന്നുള്ള പ്ലാൻ ഇരുന്നപ്പോഴത്തേക്കും സനുബ്രോ ഞാൻ വിളിച്ച്. അവൻ്റെ കയ്യിൽ സീക്കോ പ്രാന്തനായതുകൊണ്ട് അവൻ്റെ ഇത് കാണുമെന്ന്. അപ്പോൾ സനുബ്രോ അവൻ്റെ കയ്യിൽ പച്ചയും നീലയും ഡയലുണ്ടെന്ന്. പിന്നെ അത് മാത്രമല്ല അവനിപ്പം ബർത്ത്ഡേക്ക് വേറെ കുറെ വാച്ചുകൾ ഗിഫ്റ്റ് വരണം. ഇതിപ്പോ ഇവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ല. ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ? ഇത് പക്ഷെ നല്ല രസമുണ്ടല്ലേ. ഇത് പക്ഷെ പച്ച അവന്റെ ഉണ്ടെന്ന് പറഞ്ഞു സനു ബ്രോ. വാച്ച് മാറ്റി പിടിക്കുക അല്ലേ? ബൈ ബൈ വാച്ച. ബൈ ബൈ ബ്രോ. വാച്ചല്ലാതെ എന്തൊരു വാങ്ങിക്കാൻ. സിറ്റിസന്റെ ഒന്നും വാച്ച് അവ ഇടത്തു പോലും ഇല്ല ഗൈസ്. എനിക്ക് അറിഞ്ഞൂടെ ഇടുവോന്ന്, അല്ലെങ്കിൽ ഒരു സിറ്റിസൺ വാങ്ങിക്കായിരുന്നു. ഇതുപോലൊരു പാടുപെട്ട പരിപാടി. ഗൈസ് ഇത് ക്രോസ് വേർഡ്സിന്റെ ഒരു അംശം പോലും ഇല്ലല്ലോ ഇവിടെ. തീർന്ന ബ്രോ ഷോപ്പ് ഇത്ര ഉള്ളോ? കോമിക് ബുക്സ് ഒക്കെ ഇവിടെ പോയി. ആണോ? നന്നായി, താങ്ക്സ്. അയ്യോ സുഹൃത്തുക്കളെ, കൊലച്ചതി. പക്ഷെ പുറത്ത് പോയിട്ട് കാര്യമില്ല, കാരണം അവിടെ കോമിക്സ് ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടുമോ ഞാൻ നോക്കട്ടെ ഗൈസ്. പക്ഷേ ഗൈസ് ഞാൻ മറ്റേ വാച്ച് എടുക്കാൻ പോയപ്പോഴത്തേക്കും പക്ഷെ പറഞ്ഞ് ശരിക്കും പറഞ്ഞ ആ വാച്ച് കോസ്റ്റ്ലി ആണെന്ന്. നമ്മള് കൊടുത്തോണ്ടിരുന്ന വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ്ലി അല്ലല്ലോ. കമ്പയർ ചെയ്യണ്ടല്ലേ. അപ്പൊ പിന്നെ എന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്യണ എന്തെങ്കിലും ഒരു സാധനം ഞാൻ എടുക്കാൻ കേസ് ഇവിടെ. ഐഫോൺ എയർ പറഞ്ഞു അല്ല, അതപ്പോ ഇപ്പൊ ആർക്കാ കൊടുത്തത്? ഹാംലീസിൽ എന്തായാലും കയറാൻ കേസ്. പിള്ളേർക്കുള്ളതെങ്കിലും നോക്കാമല്ലോ അറ്റ്ലീസ്റ്റ്. പിന്നെ അവനും എടാ ബാഗ് ഇത് വേണമെങ്കിൽ അവന് കൊടുക്കായിരുന്നു. അവൻ ലൈറ്റൊക്കെ കത്തിച്ച് കിടക്കുമായിരുന്നു അല്ലേ. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ സാധനം. ലൈറ്റൊക്കെ കത്തും. ഇത് നിനക്ക് അവന് ഇഷ്ടമാവോ എന്തോ. അവൻ അത്യാവശ്യമൊക്കെ എന്തെങ്കിലും സാധനങ്ങളും മാക്കൊക്കെ ഇട്ടുകൊണ്ട് പോവാന്ന് തോന്നാട്ടാ. പക്ഷെ ഭയങ്കര രസമുണ്ടല്ലേ. ഇത് എടുക്കട്ടാ അല്ലയാ, എനിക്ക് പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട സാധനം ഒന്നുണ്ടാ. ഹൃദയത്തിൽ തൊട്ടാ എന്റെ അതെ ഇങ്ങനെ പൂച്ചക്കണ്ണൊക്കെ വെച്ചോണ്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കണ്ണൊക്കെ വെച്ചോണ്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അത് കൊള്ളാം ഗൈസ്. ഒരു കൗതുകം ഉണർത്തുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിപ്പം വലിയ റേറ്റ് ഇല്ല. അപ്പോൾ ഇനി എത്രയാണോ ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ വെച്ചിരുന്ന എമൗണ്ട് അത് കംപ്ലീറ്റ് നമ്മളൊരു ചാരിറ്റിക്ക് കൊടുക്കണമായിരിക്കും. അതല്ലേ നല്ലത്? അവക്ക് ആ പാവ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണൊന്നും കേൾക്കാത്തത്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കട്ടിലിന്റെ വീട്ടിലെ കട്ടിലിന്റെ ഒരു സൈഡ് മൊത്തം നിറഞ്ഞു തുടങ്ങി. നമ്മളിവിടെ എന്തിനാണ് വന്നത്? പിള്ളേർക്ക് വാങ്ങാനില്ലേ? അപ്പം ഷാസിന് അത് എടുത്ത് കഴിച്ചു. അതിനകത്ത് അവർ പറഞ്ഞ് അവിടെ കണ്ണ് മാത്രമല്ല ഇഷ്ടമുള്ള എന്ത് ഇത് വേണമെങ്കിലും ഇടാമെന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള അനിമേഷനോ ഗ്രാഫിക്സോ വീഡിയോ എന്ത് വേണമെങ്കിലും ഇടാം. അതിട്ടോണ്ട് നടക്കട്ടെ, വൈബായിരിക്കും ഗൈസ്. ശ്രീകുട്ടിക്ക് വേണമെന്ന് പറഞ്ഞത് ഒരു ബൊമ്മ എങ്ങനത്തെ ബൊമ്മയെന്ന് പറഞ്ഞായിരുന്നു ഞാൻ. ഈ ബാർബി അങ്ങനെ ആയിരിക്കുമോ അതോ ഇങ്ങനത്തെ ബൊമ്മയായിരിക്കും? ഒരു ബാർബി, ഒരു ഡോക്ടർ സെറ്റ്, പിന്നെ ശ്രീകുട്ടൻ എന്നാണോ അവൻ്റെ പേര്? അയ്യോ മോൻ്റെ അണ്ണന് ഒരു കാറ്, മറ്റവന് താറ് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു. എന്തായാലും കിട്ടിയില്ലെങ്കിൽ 2 കാർ എടുക്കാം. തപ്പട്ടെ. അണ്ണന് വേണ്ടിയിട്ട് കാറ് ഞങ്ങൾ കണ്ടുപിടിച്ച് കഴിച്ചു. പക്ഷേ അണ്ണൻ്റെ കൂട്ടുകാരന് താറ് ഇവിടെ ഇല്ല. താറിന് പകരം അവനും കൂടെ ഒരു കാർ എടുത്താൽ പോരെ. അപ്പം ഞങ്ങൾ 2 പേർക്കും കൂടെ 2 കാർ എടുത്തിട്ടുണ്ട്. മക്കളെ നിങ്ങൾ ഇത് വെച്ച് റേസ് കളിച്ചോ. ആരാ എന്നെ തോണ്ടിയേ? ഹായ് ഓടിക്കളഞ്ഞ ഓർഡോ. അത് സുഖമാണോ മക്കളെ? എവിടെ നിന്നാ വരുന്നത്? എന്തിനാ നിങ്ങൾ ഞെട്ടിയേ? ആണോ? ഞെട്ടിൽ മാറിയോ എന്നിട്ട്? ഓക്കെ. എന്ത് വാങ്ങാൻ വന്നേ? ആണോ? എവിടെ സ്കൂളാണോ? എവിടെ? മലപ്പുറം. ഓക്കെ. നീ ഇപ്പഴത്തെ വന്നാ?
ഓക്കെ, സന്തോഷം കേട്ടോ എല്ലാവരും കണ്ടേല്. ഹായ് ബൈ. അണ്ണനും കൂട്ടുകാരനെ സെറ്റിൽഡ്. നിങ്ങളെടാ നീ തൽക്കാലം താറ് കിട്ടാത്തത് കൊണ്ട് ഒരു കാറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് താറ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന് ഓപ്പ് ഉണ്ടാക്കാം. ഇനി കൊച്ചിന് കുഞ്ഞാ, ഇത് നിന്റെ സെക്ഷനാണ്. എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇതല്ലേ അവള് പാവ വേണോന്നല്ലേ പറഞ്ഞത്? ഇതല്ലേ എനിക്കറിഞ്ഞൂടാ. നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. പെൺകുട്ടികൾക്ക് എങ്ങനെ എന്തൊക്കെയാണ് ഇഷ്ടം? അപ്പൊ അങ്ങോട്ട് പോവാം. ആ ഡോക്ടർ സെറ്റ് ഉണ്ടോ? ആരാ പപ്പു? പെപ്പാപ്പി. ആ അത് മതിയായിരിക്കും. ഇത് നല്ലതാണോ? ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഓപ്പറേഷനൊക്കെ ചെയ്യാൻ പറ്റുമോ ഇത് വെച്ച്? ഇല്ലേ? ആ കൊച്ചി ഇത് കഴിയുമ്പോൾ ഡോക്ടർ ആവണം. ഓ ഇതാണല്ലേ സാധനം. ഓ ഹോ ഹോ ഹോ. ഓ ഇതിനകത്ത് കിറ്റ് അല്ലേ? ഇങ്ങനെയാണ് ഐറ്റം വരുന്നത്. ഇതാണ് ബാഗായിട്ട് വരുന്നത്. ക്ലിപ്പ് ഇട്ടാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ. ഓ ഇത് തുറന്നേ നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഇതാണ്. ആരാ ഇതൊക്കെ? നിങ്ങളാണ് ഇവിടെ തള്ളിയിട്ട്? ഒമ്പോ കാക്കക്കുട്ടി കല്ലെറിഞ്ഞ കണക്ക് ആയിപ്പോയല്ല. ആ ഇത് അത്യാവശ്യം സാധനങ്ങളുണ്ട്. സ്റ്റെതസ്കോപ്പ് ഉണ്ട്. ആ ഓ ഓ കണ്ണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കണ്ണട വെച്ച് കൊടുക്കാം. മാഡം എനിക്ക് ഭയങ്കര പനിയുണ്ട് മാഡം. ഇത് കുഞ്ഞു പിള്ളേർക്കുള്ള സാധനം എടുത്തിട്ട് ആണല്ലേ? ഓക്കെ. സ്ക്രൂ ഡ്രൈവറോ? ഇഞ്ചക്ഷൻ. എടാ ഇത് മതി, എടുത്തോ. അയ്യോ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ടാ നിനക്ക് വേദനിക്കണത്. അപ്പൊ ഇതെടുത്തോ, മോക്ക് ഇത് കൊടുക്കാം. ഇതെന്താ ഇത്? മക്കളെ നിനക്ക് സ്റ്റിക്കേഴ്സും എടുത്തിട്ടുണ്ടേ. ഓക്കെ അതെടുത്തോ, പാക്ക് ചെയ്തോ. നിങ്ങൾ മലപ്പുറത്താണ്? ഇടാം. ഹായ് പറ എല്ലാവരും. അതെല്ലാം മലപ്പുറത്താണോ? സെയിം സ്കൂൾ മറ്റേ പിള്ളേരുടെ? എത്ര ദിവസത്തെ ടൂറാ? ചുമ്മാ അങ്ങ് തള്ളയാണോ? ആരാടോ കോമഡിക്കാരെ? ഇവരാണോ? ഓക്കെ അപ്പൊ ഇതുമായി. ഇനി ഒരു പാവയെ കൊണ്ട് എടുക്കണോ? ആ ബാർബിയോ. എന്താണ് മോൾ ഉദ്ദേശിച്ചത് അല്ലേ? അക്സസറീസ് വരുന്ന ബാർബിയാണോ? ഒരുക്കാനൊക്കെയാണ് കൊച്ചിന്. ആ ഓക്കെ. അപ്പം ഒരുക്കാൻ പറഞ്ഞ ഒരു ബാർബി എടുക്കടാ. നോക്കട്ടെ ഞങ്ങൾ ബാർബി തപ്പെട്ട്. ഇതാണ് ബാർബി സെറ്റ്. ഇന്ത്യൻ സ്കിൻ ടോൺ പറഞ്ഞ പെമ്പിളറൊന്നും ഇല്ലല്ലോ അതിനകത്ത്. അമേരിക്കൻ, ആഫ്രിക്കൻ ഉണ്ട്, അമേരിക്കൻ ഉണ്ട്. ഇതെന്തൊരു മുടിയത്? ചതുര കെട്ടി കണക്കിരിക്കണല്ലേ? ആ നമ്മൾ മറ്റേ ഇത് കഴിവണ മറ്റേ സ്കോർച്ച് ബ്രൈറ്റിന്റെ. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ആരും. ഞാൻ ഒരു ഓളത്തിന് പറഞ്ഞതാണ് കേസ്. ഇത് കൊള്ളാല്ലേ? കിഡിലായിട്ടുണ്ട് അവള്. നല്ല രസമുണ്ടല്ലേ? വൈബ് ബാർബി. ഇതും കൊള്ളാം. ഭയങ്കര ഒരു സന്തോഷല്ലേ? കുഴപ്പമില്ലടാ. ആ ഒരു പെൺകുട്ടിക്ക് വാങ്ങണാടാ, ഒരു കുഞ്ഞു മോക്ക്. എന്നിട്ട് നിനക്കും വേണോന്നാ? യവനല്ലേ ഇപ്പൊ പെൺകുട്ടിയെ കൊള്ളണമെന്ന് പറഞ്ഞത്? എന്താടാ ഫോളോവറിന് എന്ത് വേണം? നീ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാ? ഹലോ നീ ഫോളോ ചെയ്തേക്കണ ആണാടാ? എന്താടാ? എടാ അത് മറ്റേ പെമ്പിള്ളേരുടെ ഇതാടാ, PC സെറ്റ് അല്ല അത്. അത് മറ്റേ മേക്കപ്പ് സെറ്റാണ്. ഇത് തയ്യൽ മെഷീനൊക്കെ ഇരിക്കണ കണ്ടില്ലേ ഗൈസ്? കുറച്ച് നേരം നോക്കിയതിന് ശേഷം നമുക്ക് ഇത് കിട്ടി. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഇവളുടെ ഡ്രസ്സ് മാറ്റാം. ഇത് ഉറങ്ങാൻ നേരത്തെ നൈറ്റി, ഇത് പാർട്ടിക്ക് പോകുമ്പോൾ ഇടണത്, പിന്നെ ഷൂസ് മാറ്റാം, ബാഗ് മാറ്റി കൊടുക്കാം മക്കളെ. ഇതൊക്കെ മാറ്റാം അല്ലേ? ഇത് ഇഷ്ടമാവും അല്ലേ മോക്ക്? ഞാൻ ഇത് സെറ്റാണ്. അപ്പം പിന്നെ ഇതുകൂടെ എടുത്തോ. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഷോപ്പിംഗ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നു ഗൈസ്. ഇത് ആക്ച്വലി നമ്മുടെ പ്ലാനിൽ ഇല്ലായിരുന്നു ഗൈസ്. പക്ഷേ ഇത് മോക്കിപ്പോൾ അത്യാവശ്യം ബാലൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും കുറച്ച് മെൻ്റലി ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ. അപ്പം ഇതും കൂടെ എടുക്കാം. ഇതുകൂടെ എടുക്കാം. സഹൃദയമായ നാട്ടുകാരെ, എനിക്കൊരു മൈക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാനൊരു പാട്ട് ആലപിക്കാം. വൈശാഖ സന്ധ്യേ ചുണ്ടിലെന്തേ അരുമ സഹിത നഗര. ഹലോ മൈക്കിൽ ചാർജ് തീർന്നു വരികയാണ്. സുഹൃത്തുക്കളെ തിരിച്ചു വെക്കട്ടെ. പിന്നെ സുഹൃത്തുക്കളെ, എൻ്റെ കൂടെ വന്ന മുതുക്കു വാവയ്ക്ക് ഈ പട്ടി ഇഷ്ടപ്പെട്ടത്.
അപ്പൊ നാക്ക് നീട്ടിയിരിക്കണ പട്ടിയും കൂടെ ഗോസ്റ്റ് ആപ്പ് ഇത് കണക്കാണിരിക്കണം. നാക്ക് നീട്ടിയാണ് ഇരിക്കണത്. മതി മതി, ഒരു നാക്ക് നീട്ടുന്നോ മതി ഒരു ദിവസം. ഓ നോക്കിക്കോളൂ. ഇവരെ വേണോ? പൂനെ വേണോ? പൂ വിനീതപ്പൂ ആണല്ലേ? ആ അപ്പൊ അവനെ എടുത്തോ. ഓക്കെ പാക്ക്ഡ് ഇടാ നീ. ഗൈസ് ഇപ്പോഴത്തെ പിള്ളേർക്കുള്ളൊരു ഗെയിമിന്റെ ഒക്കെ ശേഖരണം നോക്കുമ്പോഴേ നമ്മുടെയൊക്കെ കാലത്ത് ഒന്നുമില്ല. വേറൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇത് ആണ് ലെഗോ സെറ്റ് കേട്ടോ. ഇത് ഒരു ഡൈനോസറിന്റെ ലെഗോ സെറ്റാണ്. അപ്പം ഇത് ഉണ്ടാക്കാൻ പറ്റും മറ്റേ കുഞ്ഞു കുഞ്ഞു പീസസ് വെച്ചിട്ട്. ഇതിൻ്റെ വില 34,999. ഇത് ഒരു മെക്ലാറൻ F1 അല്ല P1 കാറിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ വില നോക്കിയാണ് 45,000 രൂപ ഈ കാർ ഉണ്ടാക്കണമെങ്കിൽ. എൻ്റെ ദൈവമേ. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് സമാപിച്ചിരിക്കുന്നു. താങ്ക് യു അലീന. ശരി ബൈ കേട്ടോ. താങ്ക് യു ബ്രോ. എടാ ഇത് ഗേറ്റ് അടച്ചടാ, ഞങ്ങൾ എങ്ങനെ പോവും? ആഹാ ഗൈസ് ഞങ്ങളാണ് ലാസ്റ്റ് ഷോപ്പേഴ്സ്. ഇനി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാം. ഗൈസ് ഗിഫ്റ്റുകളും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും വെജ് കഴിക്കാനായിട്ട് ഒരു ദോശ കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഈ ഒരു കടയെ കിട്ടിയുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് എനിക്കൊരു വെജ് ദോശയും വർഷയ്ക്കൊരു ഗീ റോസ്റ്റും പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഗൈസ് നമ്മൾ ഒന്നും തിന്നാൻ പറ്റാതിരിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കണത്. വെജിറ്റേറിയൻസിന് എന്തുമാത്രം കുറച്ച് ഓപ്ഷനുള്ളതെന്ന് അറിയാമോ? അല്ലേ വെജിറ്റേറിയൻസിന് ഓപ്ഷനേ ഇല്ല നോക്കുകയാണെങ്കിൽ. എന്തായാലും നമ്മുടെ ദോശ വരട്ടെ. അപ്പോൾ എല്ലാം നല്ലതായിട്ട് പോയി ഗൈസ്. ഇനി നാളെ ഷാസിൻ്റെ അടുത്ത് ചോദിക്കാം അവന് ഏത് ചാറ്റിക്കാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, അവൻ്റെ മനസ്സിൽ ആർക്കെങ്കിലും ഉണ്ടോ ഏതെങ്കിലും. എന്നിട്ട് അവർക്ക് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ മോക്കും ശ്രീകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അതും നമ്മളിതിൻ്റെ കൂട്ടത്തിൽ സെറ്റപ്പ് ആക്കും. അപ്പോൾ ദോശ വരട്ടെ. യോ വലിയ ദോശ കണ്ടിട്ട് എനിക്ക് പേടിയാണ്. അവിടുന്ന് തിന്നാവോ? എനിക്ക് കുറച്ച് തിന്നാം ഗൈസ്. ഞാൻ ഇതിൻ്റെ ഇത്ര കഴിക്കുള്ളൂ, ബാക്കി നീ കഴിച്ചോണ്ടേ. കഴിക്കണേ. ഓക്കെ കുറച്ച് തിന്നാൻ കഴിച്ചു. ഫുഡും കഴിച്ച് താഴെ വന്നപ്പോൾ എന്താ ചെടി. നമ്മൾ ഈ 2 എടുത്ത ഗൈസ്. എത്ര ആയിട്ട് 2 കൂടെ? 200 രൂപ. ഓക്കെ അത് 2 എടുത്തോ. മതിയാ? ഇനി എന്തെങ്കിലും വേണോ? മഞ്ഞ വേണോ? വേണ്ട, അത് മാത്രം മതി. അങ്ങനെ അതും മേടിച്ചു സുഹൃത്തുക്കളെ. പോകുന്ന വഴിക്ക് കണ്ടപ്പം ഇതിൽ നിന്നൂടെ ഒരെണ്ണം എടുത്ത ഗൈസ്. 3 ചെക്ക് ഗൈസ്. സാധനങ്ങൾ ലോഡ് ചെയ്തിരിക്കുന്നു. അടയ്ക്കു സീസേ. ഓക്കെ ഗൈസ് ഷോപ്പിംഗ് കഴിഞ്ഞ് റൂമിലെത്തി. ഇനി കിടന്ന് ഉറങ്ങട്ടെ. നാളെ ഏർലി മോർണിംഗ് ഷൂട്ടുണ്ട്. കുറച്ച് ഞാൻ വയറും ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഫുൾ എനർജിയോടെ നമ്മൾ തിരിച്ചു വരും. വയറേ ടെൻഷൻ വേണ്ട, ഞാൻ നോക്കിക്കോളാം നിന്നെ ഇനി എന്നൊക്കെ പറയുന്നു. ബൈ ഗൈസ്. നാളെ അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാം.